പറ്റിക്കപ്പെട്ടു. അവരെ ഞാൻ പറ്റിച്ചു. ഫ്ലാഷ് ബാക്ക്. ഇവിടെ ബോറടിക്കുന്നുണ്ട്. പണ്ടത്തെ പരിപാടി ഇതാണ്, എല്ലാവരും ഇങ്ങനെ പറ്റിക്കുക. അത് നല്ല രസമാണ്. പറ്റിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആരെ പറ്റിക്കുക? എൻ്റെ അറിവിലൊരാളുണ്ട്. എൻ്റെ അറിവിലൊരാളുണ്ട്. ആരാണ്? അനക്ക് പറ്റിയ ആൾക്കാരാണ്. അതാരാണ്? അസലും പൊട്ടന്മാരാണ്. അപ്പൊ തുടങ്ങല്ലേ? പ്ലാനുകളൊക്കെ എങ്ങനെയാണ്? പറ്റിക്കുന്നത് പോലെ സ്വപ്നത്തിൽ തന്നെ ആകാട്ടെ. ഞാനൊരു പെട്ടിക്ക് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ഇറക്കിയിട്ടാണ്. പക്ഷെ അത് പബ്ലിക് ആക്കൂല. അത് അവരിലേക്ക് അവരുടെ TV യിൽ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്യും. ആ ന്യൂസ് ഒരു ഡ്യൂപ്ലിക്കേറ്റാണ്. അത് കണ്ട് അവൻ പേടിക്കും. അവൻ പേടിച്ചിട്ട് ഈ സ്വപ്നം കാണുമ്പോൾ ഉറങ്ങൂലേ, അത് മാറി ഉറങ്ങണം. അതാണ് എൻ്റെ പ്ലാൻ. എന്നിട്ട് അവൻ സ്വപ്നത്തിൽ ആ മലയിലേക്ക് തന്നെ പോയിട്ട് അവിടെ നിന്ന് തല്ലൊക്കെ ഉണ്ടാക്കി അവിടുന്ന് പ്രേതം പിടിക്കും. അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടാക്കി അവനെ പറ്റിക്കും. എന്നിട്ട് അവനെ പേടിക്കും. അത്ര ഇത് ഇവൻ നെയിൽസിൽ പറ്റിച്ചാലോ? ഫ്ലാഷ് ബാക്ക്. ഇതിലൊക്കെ കാരണം ഒരാളാണ്. ആര്? അപ്പു. അതാരാണ്? മഹാനായ അപ്പു ആണ് ഇതിന് കാരണം. അപ്പു 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 ശരിക്കത്തെ പേര് പറഞ്ഞോ? റിയാൻ. എനിക്കറിയോ? അറിയാനോ? സ്വപ്നത്തിൽ കണ്ട ആള് അപ്പു ഇവന് പഠിച്ചിട്ട് എന്തുകൊണ്ടേ വിളിച്ച്? ഇത് ശരിക്കും പഠിച്ചിട്ട് ആടാ തല്ല് വല്ലാതെ വെടച്ചിലെടുക്കാൻ നിൽക്കണ്ട. ഇതിന്റെ കൊറേ കാര്യത്തിന് മുന്നേറാൻ നിൽക്കണോ? അതൊക്കെ നിർത്തിക്കോ. ഇജ് വേറെ കടന്നോ? ഞാൻ പോവാണ്. ഞാൻ എന്നോട് പറഞ്ഞില്ല കുറച്ച് കാര്യങ്ങള്, അതൊക്കെയാണ് സബ്ജക്റ്റിൽ അടുത്ത് തയ്യാറ് ചെയ്തത്. മാല വിളിച്ചൊരു പോക്ക് കജ്ജിൽ പാതി കടിച്ചൊരു കേക്ക്. മാല വിളിച്ചൊരു പോക്ക് കജ്ജിൽ പാതി കടിച്ചൊരു കേക്ക്. എന്നാളെ നാളെ നാളെ ഓ നാളെ നാളെ നാളെ